ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക അവിടെ നിന്നിട്ട് സിദ്ധുവിനെ മാറ്റി നിർത്തിയിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നൊരു സുമോക്ക് നേരെ കൈ നീട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ദൈവമേ എങ്ങനെയെങ്കിലും ഈ വണ്ടിയൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. 12 മണിക്ക് മുന്നേ പോണ്ടിച്ചേരി എത്തിയില്ലെങ്കിൽ കറസ്പോണ്ടൻറ്റ് പോവും, പിന്നീട് ആ വർക്ക് കിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ വണ്ടിയൊന്ന് നിർത്തിയാൽ മതിയെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ഇങ്ങനെ നോക്കുന്ന സമയത്ത് വണ്ടി അവിടെ നിർത്തുകയാണ്. സിദ്ധുവിന് തന്നെ അതിശയാവുന്നുണ്ട്. അവൻ ചന്ദ്രികയ്ക്ക് നേരെ ബെസ്റ്റ് എന്നൊക്കെ അർത്ഥത്തിൽ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക നിർത്തിയ വണ്ടിയുടെ അടുത്ത് പോയിട്ട് ആ ഡ്രൈവറോട് പറയാണ്, സർ ഞങ്ങളുടെ വണ്ടി പഞ്ചറായിട്ടുണ്ട്, ദയവേത് നിങ്ങളുടെ ജാക്കി ഒന്ന് തരാമോ? ശരി ഞാൻ തരാം. അയാൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജാക്കി എടുത്ത് കൊടുക്കുകയാണ്. അയ്യോ കൊള്ളാലോ, സിദ്ധു ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയ്ക്ക് അയാൾ ജാക്കി എടുത്ത് കൊടുത്തപ്പോൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചന്ദ്രിക വരികയാണ്. ചന്ദ്രിക ജാക്കിയും കൊണ്ട് വന്ന സമയത്ത് സിദ്ധു ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രിക ഇത് എങ്ങനെയാ? എത്ര നേരമായി ഞാൻ അവിടെ നിന്നിട്ട് ഓരോ വണ്ടിക്കും കൈ കാണിക്കുന്നു, പക്ഷെ ആരും നിർത്തിയിട്ട് എന്നെ സഹായിച്ചില്ല. പക്ഷെ നീ പോയി നിന്ന ഉടനെ തന്നെ അടുത്ത വണ്ടി തന്നെ നിർത്തി, ഇതെങ്ങനെ സാധിക്കുന്നത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രികയും പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ പെൺകുട്ടികളാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ ആരെങ്കിലും എന്തായാലും സഹായിക്കാതിരിക്കില്ല സർ. അത് ശരിയാണ്. ആൺകുട്ടികളെ സഹായിക്കാൻ മാത്രമേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൂ. പെൺകുട്ടികളാന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് വന്ന് സഹായിക്കും. സിദ്ധുവും പരിഹാസത്തോടെ പറയാണ്. ആൺകുട്ടികളോട് മാത്രം ആർക്കും ഒരു സഹതാപവും ഇല്ല, പക്ഷെ പെണ്ണാണെങ്കിൽ മാത്രം എല്ലാവരും വരും ഒരുമയോടെ. എന്നിട്ട് സിദ്ധു ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് ജാക്കി വാങ്ങിയിട്ട് വേഗം തന്നെ ടയർ മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. സിദ്ധു വർക്ക് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയോട് സിദ്ധു പറയുന്നുണ്ട് ഓരോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജാക്കിയിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറയുകയും അതുപോലെ തന്നെ ടയർ മാറ്റുന്ന സമയത്ത് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നോക്കി നിൽക്കാതെ ഹെൽപ്പ് ചെയ്യും ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയും വേഗം അവൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടുകയാണ്. അങ്ങനെ ചന്ദ്രികയുടെ ഹെൽപ്പോട് കൂടിയിട്ട് സിദ്ധു ആ ടയർ മാറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാക്കി എടുത്തിട്ട് അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഇത് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. അങ്ങനെ ചന്ദ്രിക തന്നെയാണ് അത് തിരിച്ചു കൊടുക്കുന്നത്. അയാളാണെങ്കിൽ ചന്ദ്രിക ജാക്കി കൊണ്ടു കൊടുക്കുന്നത് വരെ അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അയാൾക്ക് നന്ദി പറയാണ്. ചന്ദ്രിക തിരിച്ചു വരുന്ന സമയത്ത് അഴിച്ചു മാറ്റിയിരിക്കുന്ന ടയർ വീണ്ടും കാറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് സിദ്ധു. കഴിഞ്ഞു സർ? ചന്ദ്രിക ചോദിക്കുകയാണ്. ആ സമയത്താണ് സിദ്ധു ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ ടയർ മാറ്റാൻ ഹെൽപ്പ് ചെയ്ത സമയത്ത് ചന്ദ്രികയുടെ മുഖത്ത് മീശ പോലെ കുറച്ച് ഗ്രീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രിക അത് അറിഞ്ഞിട്ടില്ല. സിദ്ധു ആണെങ്കിൽ അത് കണ്ടിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം മീശ പോലെ ചന്ദ്രികയുടെ മുഖത്ത് കണ്ടിട്ട് ചന്ദ്രികയാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സിദ്ധുവിനെ ചിരിച്ചിട്ട് ചന്ദ്രികയോട് കാര്യം പറയാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ സർ ചിരിക്കുന്നത്? അവസാനം സിദ്ധു ആക്ഷനിലൂടെ പറയാണ്, പോയിട്ട് കണ്ണാടിയിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രിക വേഗം പോയിട്ട് കണ്ണാടിയിൽ നോക്കുകയാണ്. കാറിൻ്റെ മിററിൽ നോക്കിയ സമയത്ത് ചന്ദ്രിക ചമ്മി നിൽക്കുകയാണ്. എന്നിട്ട് അവൾ വേഗം സിദ്ധുവിൻ്റെ അടുത്ത് പോയിട്ട് പരിഭവത്തോടെ പറയുന്നുണ്ട്, എന്താ സർ ഇത്? ഗ്രീസ് എൻ്റെ മുഖത്താണ് നിൽക്കുന്നത്, എന്നിട്ട് നിങ്ങളാണെങ്കിൽ പൊട്ടി പൊട്ടി കളിയാക്കി ചിരിക്കുകയാണോ? പക്ഷേ സിദ്ധുവിന് അപ്പോഴും ചിരി നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പോ സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക തന്നെ അത് മായ്ക്കാൻ ശ്രമിക്കും. സിദ്ധു പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു വേഗം തന്നെ വിരൽ വെച്ചിട്ട് ആ ഗ്രീസ് ഒന്നുകൂടെ നീട്ടി വരക്കുകയാണ്. ആദ്യം അത് നടുവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു വലിയ മീശയുടെ രൂപത്തിലാക്കുകയാണ്. ഇപ്പോൾ പോയി. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, പോയോ? മുഴുവനായിട്ട് പോയി. എന്നിട്ട് സിദ്ധു വീണ്ടും പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സിദ്ധു എന്തോ പണി തന്നതാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നീ തന്നെ പോയിട്ട് കണ്ണാടിയിൽ നോക്ക്. ഞാൻ തുടച്ചു, നീ പോയി നോക്കിയിട്ട് വാ. ചന്ദ്രിക പോയി നോക്കുന്ന സമയത്ത് ആ മീശ ഒന്നുകൂടെ വലുതാക്കിയിട്ടാണുള്ളത്. അത് കണ്ടത് അവൾക്ക് പിന്നെയും പരിഭവം എന്നറിയാണ്. അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, എന്താ സർ ഇത്? നിങ്ങൾ എന്തേ ചെയ്യുന്നത്? വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാ, ചന്ദ്രിക കൊഞ്ചിക്കൊണ്ട് പറയാണ്. എന്നിട്ട് അവൾ തന്നെ മായ്ക്കാൻ ശ്രമിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഒറ്റ മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അങ്കിളിന് അയച്ചു കൊടുക്കട്ടെ. അപ്പോൾ ചന്ദ്രിക മുഖമൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ സിദ്ധു നിർബന്ധിച്ചിട്ട് അവളുടെ ഫോട്ടോ എടുക്കുകയാണ്. ചന്ദ്രികയ്ക്ക് ചമ്മലായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് സിദ്ധു തന്നെ ഫോട്ടോ എടുക്കുകയാണ്. ചന്ദ്രിക കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട സർ വേണ്ട, എന്നെക്കാളും മീശ വെച്ചിട്ട് നിനക്കാ നന്നായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിദ്ധു ഫോട്ടോ എടുക്കുന്നത്. അതപ്പം തന്നെ എന്നിട്ട് മഹേന്ദ്രൻ അയച്ചു കൊടുക്കുകയാണ്. പോ സർ, ചുമ്മാ ഓരോ കളിയാക്കാതെ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുപ്പി എടുത്തിട്ട് ചന്ദ്രിക അവൻ്റെ കൈ കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ചന്ദ്രികയുടെ മുഖത്തുണ്ടായിരുന്ന ഗ്രീസൊക്കെ സിദ്ധു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് എടുത്ത് തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സിദ്ധുവിന് ചിരി നിർത്താൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല ചന്ദ്രികയുടെ ആ ഒരു ഫേസ് കാണുന്ന സമയത്ത്. ചന്ദ്രിക വേഗം തന്നെ ആ മീശയുള്ളതൊക്കെ മായ്ച്ച് തുടച്ചതിന് ശേഷം മിററിൽ വന്ന് ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്യാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് അവൻ്റെ കൈ ബാക്കിയുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഹേന്ദ്രൻ ലക്ഷ്മിയും ചന്ദ്രികയുടെ വീട്ടിലിരുന്നിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹേന്ദ്രനോട് ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടൻ്റെ കണ്ണ് നിറയുകയാണെങ്കിൽ സവാള അവിടെ വെച്ചേക്ക്, ഞാൻ അരിഞ്ഞോളാം. അപ്പോഴാണ് മലര് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്തിനാ മലര് കുട്ടി കരയുന്നത്? ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനോട് ചോദിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ മഹേന്ദ്രൻ വേഗം എഴുന്നേറ്റ് പോയിട്ട് മലറിനോട് ചോദിക്കുന്നുണ്ട്, മലർ മോൾ എന്തിനാ കരയുന്നത്? മലർ അപ്പോഴും പൊട്ടി പൊട്ടി കരയാണ്.
അദ്ദേഹം മലറിൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തിനാ കരയുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ മലർ പറയുന്നുണ്ട്, മുത്തശ്ശി എന്നെ അടിച്ചു. മുത്തശ്ശി മോളെ അടിച്ചു എന്നോ? ഏത് മുത്തശ്ശി? മഹേന്ദ്ര സംശയത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മലർ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ജാനകി മുത്തശ്ശി. മഹേന്ദ്രൻ ലക്ഷ്മി ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. മഹേന്ദ്രൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ജാനകി മോളെ അടിച്ചു എന്നോ? എന്തിനാ മോളെ അടിച്ചത്? സിദ്ധുവിനെ അച്ചാന്ന് വിളിച്ചതിന്. സിദ്ധുവിനെ അച്ചാന്ന് വിളിച്ചാ ഇനിയും ഇതുപോലെ തല്ലുന്നു പറഞ്ഞു. മഹേന്ദ്രൻ സങ്കടത്തോടെ ലക്ഷ്മിയോട് പറയാണ്, എന്താ ലക്ഷ്മി ഇത്? ജാനകിക്ക് ഇത്രത്തോളം ബുദ്ധിയില്ലാതായിപ്പോയോ? ചെറിയ കുട്ടിയല്ലേ ഇത്? ഈ ഒരു കാര്യത്തിന് ഈ കുഞ്ഞിനെ ഇങ്ങനെ തല്ലാന്ന് വെച്ചാ? അപ്പോൾ സങ്കടത്തോടെ ലക്ഷ്മിയും പറയുന്നുണ്ട്, വെറുതെ പോലും സിദ്ധുവിനെ മലര അച്ചാന്ന് വിളിക്കുന്നത് ജാനകിക്ക് ഇഷ്ടമാകുന്നില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ജാനകി അത്രത്തോളം വെറുക്കുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ഏട്ടാ ഇതെല്ലാം. അപ്പോഴും മലര് പൊട്ടിക്കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ലക്ഷ്മി, ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജാനകി വല്ലാതെ ഓവറാവുന്നുണ്ട്. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. മോള് വാ എന്ന് പറഞ്ഞിട്ട് മലറിൻ്റെ കൈ പിടിക്കുകയാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടാ ദേഷ്യത്തിൽ എന്തെങ്കിലും വായ്വിട്ട് പറഞ്ഞു പോവരുത്. എനിക്കറിയാം എന്താ പറയണ്ടേന്ന്. ഇന്നെന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് മലറിനെയും കൂട്ടിയിട്ട് ജാനകിയുടെ അടുത്തേക്ക് പോവുകയാണ്. ജാനകി മുറ്റത്തിരുന്നിട്ട് പൂവുകൾ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ജാനകിയുടെ അടുത്തേക്ക് പോയിട്ട് മഹേന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ജാനകി എന്തിനാ മലറിനെ തല്ലിയത്? അപ്പോൾ ജാനകി വലിയ വിലയൊന്നും വെക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ചെറിയ കുട്ടികളെ പോലെ സംസാരിച്ച് ആരാ അടിക്കാൻ വേണ്ടി പോകുന്നത്? അവളുടെ വയസ്സിനേക്കാളും വലിയ സംസാരമാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് അടിച്ചത്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് തലയിൽ ആൾതാമസം ഇല്ലേ? ചെറിയ കുട്ടിയെ പിടിച്ച് തല്ലിയിട്ട് അതിനൊരു കാരണവും പറയുന്നോ? അതിനും മാത്രം അവൾ എന്താ തെറ്റ് പറഞ്ഞത്? അവളെന്താ തെറ്റ് പറഞ്ഞെന്നോ? അവൾ എന്ത് ധൈര്യത്തിൻ്റെ മുകളിലാണ് എൻ്റെ മോനെ കയറിയിട്ട് അച്ചാന്ന് വിളിച്ചത്? അവൾക്ക് എന്ത് അർഹതയുണ്ട് അതിനുള്ളത്? ആരാണ് അവൾക്ക് അതിനുള്ളൊരു അവകാശം കൊടുത്തത്? ജാനകി ദേഷ്യത്തോടെ മഹേന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് ജാനകി, ഞാൻ നിന്റെ സഹോദരനാണെന്നുള്ളത് മറന്നിട്ടാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. ചന്ദ്രിക നിന്റെ മരുമകളാണ്. പക്ഷെ അതൊന്നും ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു കാലത്തും ചന്ദ്രികയെ തൻ്റെ അനന്തരവളായിട്ടൊന്നും അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച മനസ്സിലാണ് ജാനകി നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ളപ്പോൾ മലരിന് നീ മുത്തശ്ശിയാണ്, എന്നിട്ട് നീ ആരോടോ സംസാരിക്കും പോലെ സംസാരിക്കുന്നത്? അതിനൊന്നും ജാനകി മറുപടി എന്നിട്ടും പറയുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധു ചന്ദ്രികയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മലര് സിദ്ധുവിനെ അച്ചാന്ന് വിളിച്ച എന്താ തെറ്റുള്ളത്? അപ്പോൾ ജാനകി ദേഷ്യത്തോടെ ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ആരെ കല്യാണം കഴിക്കാനാണ് പോകുന്നത്? നിങ്ങളെ ഇഷ്ടത്തിന് ഒരു തീരുമാനം എടുക്കുകയാണോ? സിദ്ധാർത്ഥിന് ചന്ദ്രികയെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. മഹേന്ദ്രൻ്റെ മുഖത്ത് നോക്കിയിട്ട് ജാനകി പറയുകയാണ്. അത് മാത്രമല്ല, ജാനകി പറയുന്നുണ്ട്, ഞാൻ മലരിനെ അടിച്ചത് അത് അവൾക്ക് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലരിനെ തല്ലിയത്. ചന്ദ്രികയും സിദ്ധുവിനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം പോലും മനസ്സിൽ വെക്കരുത്. നിങ്ങളും അവനെ മരുമകനാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ജാനകി അറുത്തു മുറിച്ചതുപോലെയാണ് മഹേന്ദ്രനോട് സംസാരിക്കുന്നത്. അത് കേട്ട് അയാൾ തന്നെ അതിശയത്തോടെയാണ് തൻ്റെ സഹോദരിയെ നോക്കുന്നത്. അപ്പോൾ ജാനകി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ വളർത്തി വെക്കേണ്ട. സിദ്ധു മലറിൻ്റെ അച്ഛനല്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി മലറിൻ്റെ അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ ആ മഹേഷിനെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നിട്ട് ചന്ദ്രികയുടെ കൂടെ ചേർത്ത് വെക്കാൻ നോക്ക്. മഹേന്ദ്ര അതിശയത്തോടെയാണ് ജാനകിയുടെ ഓരോ സംസാരവും കേൾക്കുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അല്ലാതെ അത് മഹേഷിനെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കാതെ എൻ്റെ മോനെ ബലിയാടാക്കാൻ ശ്രമിക്കണ്ട. ജാനകി അത്രയും ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത്. മഹേന്ദ്രൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മലറിനുള്ള മറുപടി മാത്രമല്ല, മഹേന്ദ്രൻ കൂടിയുള്ള മറുപടിയാണ് അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജാനകിയെ തന്നെ നോക്കിക്കൊണ്ട് മലറിനോട് പറയുന്നുണ്ട്, മലർ, ജാനകി മുത്തശ്ശിയുടെ ബുദ്ധിയൊക്കെ പോയി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അയാൾ പോവാണ്. ജാനകി ദേഷ്യത്തോടെയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഇരിക്കുന്നത്. അതേസമയം സിദ്ധുവും ചന്ദ്രികയും പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ആ കറസ്പോണ്ടൻറ്റിൻ്റെ മുറിയിലേക്ക് കയറി വരികയാണ് അനുവാദം വാങ്ങിക്കൊണ്ട്. അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. നമസ്കാരം സർ, ഞാനാണ് ചന്ദ്രിക, ഇരിക്കൂ. അദ്ദേഹം അവരോട് രണ്ടുപേരോട് ഇരിക്കാൻ പറയാണ്. അതിനുശേഷം ചന്ദ്രിക സിദ്ധുവിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവർ സിദ്ധാർത്ഥ്, എൻ്റെ ക്ലോസ് റിലേറ്റീവാണ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്? 12 മണിക്കല്ലേ ഞാൻ വരാൻ പറഞ്ഞത്, എന്നിട്ട് ഉച്ചയ്ക്ക് 3 മണിയായല്ലോ വന്നത്. അപ്പോൾ ചന്ദ്രിക അദ്ദേഹത്തോട് സോറി പറയാണ്. സോറി സർ, ഞങ്ങൾ വരുന്ന വഴി ഞങ്ങളുടെ കാറ് പഞ്ചറായി. അത് ശരിയാക്കി വരുമ്പോഴേക്കും കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാൽ മുഖ്യമാണ്. അപ്പോൾ തന്നെ ചന്ദ്രിക വീണ്ടും മാപ്പ് പറയുന്നുണ്ട്. സോറി സർ, ഇനി ഇങ്ങനെ നടക്കില്ല. ഇറ്റ്സ് ഓക്കെ, തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്നെപ്പറ്റി വില്ലേജ് ഓഫീസർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെയും സ്വന്തം നാട് തേനിൻ്റെ അടുത്ത് തന്നെയാണ്. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് കേട്ട് സന്തോഷത്തോടെ ചന്ദ്രിക നന്ദിയൊക്കെ പറയുകയാണ്. അപ്പോൾ സിദ്ധുവും അവളെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള മേഘ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അത് കേട്ടതും ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെ മുഖത്താകെ ടെൻഷൻ നിറയാണ്. അപ്പോൾ കറസ്പോണ്ടൻറ്റ് പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജർമാർ ഇത് മേഘയ്ക്ക് കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത്. അവർക്കെല്ലാവർക്കും മേഘ ചെയ്യുന്നതിനോടാണ് താല്പര്യം. അത് കേട്ട സമയത്ത് സിദ്ധുവിനും ചന്ദ്രികയ്ക്ക് ആകെ നിരാശ തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പേഴ്സണലായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് തരണമെന്ന്. അത് കേട്ട് ചന്ദ്രികയുടെ സിദ്ധുവിൻ്റെ മുഖത്തൊരു സന്തോഷം നിറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഒരു കുറവും വരുത്താതെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തു തീർക്കണം. ഈ പ്രൊജക്റ്റ് മേഘയ്ക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പ്രിൻസിപ്പള് നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു വർക്ക് ചെയ്തു തീർക്കാൻ. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസായിട്ട് എടുത്താലും മതി. അപ്പോൾ ചന്ദ്രിക അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സർ, നിങ്ങൾ എൻ്റെ മേൽ ഇത്രയധികം വിശ്വാസം വെച്ച് ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഈ ഒരു വിശ്വാസം ഞാൻ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും സർ. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു വർഷത്തെ യൂണിഫോം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള എല്ലാ വർഷത്തെയും ഈ ഓർഡർ ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്കും സിദ്ധുവിന് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. സിദ്ധു ചന്ദ്രികയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, സൂപ്പർ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ടൈമിങ്ങും അതുപോലെ തന്നെ ചെയ്യുന്ന വർക്കിലുള്ള ആത്മാർത്ഥതയും ഒരുപാട് നിർബന്ധമാണ്. തീർച്ചയായും സർ, നിങ്ങൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളത് സ്റ്റിച്ച് ചെയ്ത് തരും സർ. സിദ്ധാർത്ഥോ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അതിനുശേഷം അവർ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയുടെ വർക്കിനെ കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ സിദ്ധാർത്ഥ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, സ്കൂൾ യൂണിഫോമിൻ്റെ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, മെറ്റീരിയൽസ് 2 ദിവസത്തിനകം കൊറിയർ ചെയ്യുകയും ചെയ്യാം. അവസാനം അദ്ദേഹം തന്നെ ചെക്ക് എഴുതിയിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ചന്ദ്രികയും സന്തോഷത്തോടെ ചെക്ക് വാങ്ങിയിട്ട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പുറത്തെത്തിയ സമയത്ത് സിദ്ധാർത്ഥ് സന്തോഷത്തോടെ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, കറസ്പോണ്ടൻറ്റ് വളരെയധികം നല്ലൊരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം നല്ല പെർഫെക്ഷനും അതുപോലെ ക്വാളിറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്തിനകം നമ്മൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ വിശ്വാസവും നഷ്ടപ്പെടും. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഓർഡറും നഷ്ടപ്പെടും. സിദ്ധു പറഞ്ഞതൊക്കെ ക്ഷമയോടെ കേട്ടതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, ഈ ഓർഡർ നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷാവർഷമുള്ള എല്ലാ ഓർഡറും നമുക്ക് തന്നെ കിട്ടും. ഓൾ ദ ബെസ്റ്റ് ചന്ദ്രിക. സിദ്ധു അവളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഞാൻ ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷത്തിലാണ് സർ. ചന്ദ്രികയുടെ മുഖത്ത് ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് സിദ്ധുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. തിരിച്ചവർ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ സിദ്ധു ചന്ദ്രികയെ നോക്കുമ്പോൾ അവൾ വേറൊരു ലോകത്താണ്, അത്രയും സന്തോഷത്തിലുമാണ്. അപ്പോൾ സിദ്ധു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചന്ദ്രിക ഇത്രയധികം സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, സർ, ഇനിയും നമ്മൾ വീട്ടിലെത്താൻ എത്ര സമയമാവും? ഇപ്പം തന്നെ ഏകദേശം 10 മണിയായില്ലേ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇനിയൊരു 2 മണിക്കൂറെങ്കിലും എടുക്കും ചന്ദ്രിക. എനിക്ക് നന്നായിട്ട് വിശക്കുന്ന പോലെയുണ്ട്, നമുക്ക് എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിക്കാം സർ. തീർച്ചയായിട്ടും, നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടൽ കാണുകയാണെങ്കിൽ അവിടെ നിർത്താം, സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വഴിയരികിലുള്ള തട്ടുകടയിൽ നിന്ന് കഴിക്കാം. അതെന്താ ചന്ദ്രിക അങ്ങനെ പറയുന്നത്? സിദ്ധു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, വലിയ വലിയ ഹോട്ടലിലൊക്കെ ഒരുപാട് ആളുകൾ കയറും, അവർക്ക് വലിയ കച്ചവടം ഉണ്ടാവും. പക്ഷേ ഈ റോഡ് സൈഡിലൊക്കെയുള്ള ചെറിയ തട്ടുകടയിൽ ആരും കയറില്ല. അപ്പോൾ അവർക്കും എന്തെങ്കിലും കച്ചവടമൊക്കെ വേണ്ടേ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക പറഞ്ഞത് ശരി തന്നെയാണ്, ശരി, നമുക്ക് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിർത്താം. അങ്ങനെ അവർ അല്പം കൂടെ മുന്നോട്ട് പോയ സമയത്ത് വഴിയരികിൽ അങ്ങനെ ഒരു ചെറിയ തട്ടുകട കാണുകയാണ്. അപ്പോൾ സിദ്ധു വണ്ടി അവിടെ ഒതുക്കിയിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ ചെല്ലുന്ന സമയത്ത് ആ പയ്യനാണെങ്കിൽ കട അടക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ സിദ്ധു ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനൊരു ചെറിയ ആക്സിഡൻ്റ് ആയി, അതുകൊണ്ട് കട അടച്ചിട്ട് പോവുകയാണെന്ന്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇനി അടുത്ത തട്ടുകടയോ അല്ലെങ്കിൽ കടയോ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുന്നു? ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയാലേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അത്രയും നേരം നിൽക്കാൻ പറ്റില്ല. ചന്ദ്രികയാണെങ്കിൽ കാറിനകത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, സർ, എനിക്ക് വിശക്കുന്നു, വേഗം കൊണ്ടുപോകാന്നൊക്കെ. അതുകൊണ്ട് തന്നെ സിദ്ധു വേഗം തന്നെ ആ പയ്യനോട് ചോദിക്കുകയാണ്, ഇവിടെ ദോശയുടെ മാവുണ്ടോ? ഉണ്ട്, പക്ഷേ എനിക്ക് ദോശ ഇടാൻ അറിയില്ല സർ. അപ്പോൾ സിദ്ധു പറയാണ്, ഞാൻ തന്നെ ചുട്ടോളാം, നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സിദ്ധാർത്ഥ് തന്നെ ചന്ദ്രയ്ക്കുള്ള ദോശ ചുടുകയാണ്. ഓരോ ദോശ ചുട്ടിട്ട് പാത്രത്തിലാക്കിയിട്ട് സിദ്ധു തന്നെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ചന്ദ്രികയാണെങ്കിൽ ആ തട്ടുകടയിൽ നിന്ന് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നല്ലോണം കഴിക്കുകയാണ് വിശക്കുന്നത് കൊണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് ഓരോ ദോശ കൊടുക്കുന്തോറും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്ന് മുട്ട ദോശയും ഒന്ന് പൊടിയിട്ട ദോശയും അങ്ങനെയൊക്കെ മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത്. ചന്ദ്രയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദോശകൾ അവൾ തന്നെ കഴിച്ചു. ഓരോ ദോശയും കൊണ്ടു കൊടുക്കുന്തോറും സിദ്ധു ചോദിക്കുന്നുണ്ട്, കഴിച്ചിട്ട് പറ അഭിപ്രായം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് സർ. അങ്ങനെ 3ാമത്തെ ദോശ എത്തിയപ്പോൾ തന്നെ ചന്ദ്രിക പറഞ്ഞു, എൻ്റെ വയറ് ഫുള്ളാണ്. പക്ഷേ സിദ്ധു വിട്ടിട്ടേ ഇല്ല. അവസാനം അവനോട് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, നീ കഴിച്ചോളൂ. അങ്ങനെ 3 ദോശയും ചന്ദ്രിക തന്നെ കഴിക്കുകയാണ്. ചന്ദ്രിക കഴിക്കുന്നത് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. കാരണം അവൾ അത്രയേറെ വിശക്കുന്നുണ്ടായിരുന്നു അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് കൈ കഴുകുന്ന സമയത്ത് ചന്ദ്രിക ആ പയ്യനോട് പറയുന്നുണ്ട്, മോനെ, ദോശയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ദോശയൊന്നും ചുടാൻ അറിയില്ല, ദോശ ചുട്ടതൊക്കെ ഈ സാറാണ്. അത് കേട്ടത് ചന്ദ്രിക അതിശയത്തോടെ സിദ്ധുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു ചമ്മലോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ നിങ്ങളാണോ ദോശ ചുട്ടത്? അതെ ചന്ദ്രിക. പക്ഷേ സത്യം പറയാം സാർ, ദോശ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം അറിഞ്ഞതായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിങ്ങളെ ദോശ മാസ്റ്റർ ആക്കിയേനെ. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ എന്നെ നേരത്തെ കളിയാക്കുന്നുണ്ട്. രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ദോശ മാസ്റ്ററും പൊറോട്ട മാസ്റ്ററും ഒക്കെ ആവേണ്ടി വരും. അപ്പോൾ സിദ്ധുവും പറയാണ്, ആഹാ അത് കൊള്ളാലോ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ആയിക്കോളാം. അവൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ ചന്ദ്രികയും പുഞ്ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.